ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ യവനസേനകൾ മുന്നോട്ട് നീങ്ങി. ട്രോജൻ പടയും ഒരുങ്ങി. സമരദേവനായ ആരിസ് ട്രോജൻകാരെയും അഥീന ഗ്രീക്കുകാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പടക്കളത്തിൽ ചുറ്റി നടന്നു. ഒടുവിൽ കുന്തം കുന്തവുമായി ഏറ്റുമുട്ടി. കവചങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി. ഒരിടത്ത് മരണത്തിന്റെ കഠോര വേദന, വേറൊരിടത്ത് വിജയത്തിന്റെ ഉത്കടമായ ആഹ്ലാദം. രണാങ്കണത്തിലൂടെ രക്തപ്പുഴയൊഴുകി. ആർക്കിലോക്സ് എന്ന യവന നേതാവ് ചൂണ്ടിയ കുന്തം എക്കിപ്പിലോസ് എന്ന ട്രോജൻ സേനാനിയുടെ നെറ്റിത്തറ തകർത്തു. ഒരു ഗോപുരം കണക്കെ ചെരിഞ്ഞു വീണ അയാളുടെ ദേഹത്തിൽ നിന്നും പടക്കോപ്പുകൾ അഴിച്ചെടുക്കുവാൻ ശ്രമിച്ച എലിഫെനോർ എന്ന ഗ്രീക്ക് പ്രമാണിയെ ട്രോജൻ സേനാനിയായ അഗനോറിന്റെ കുന്തം കുത്തിമലർത്തി. പോരാട്ടം ഘോരരൂപം പൂണ്ടു. പലരും പടക്കളത്തിൽ മരിച്ചു വീണു. വലിയ അജാക്സും ഒഡീസിയസും കൂടി യുദ്ധരംഗം കൈയടക്കി. ട്രോജൻകാർ വിറപൂണ്ടു. ധീരഗൃണ്യായ ഹെക്ടർ പോലും പിൻവാങ്ങി. അപ്പോൾ ട്രോജൻകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ അപ്പോളോ ദേവന്റെ ആഹ്വാനമുണ്ടായി. ഒരിഞ്ചു പോലും പിന്തിരിയാതെ നിന്ന് യുദ്ധം ചെയ്യുക. കല്ലോ ഇരുമ്പുകൊണ്ടോ നിർമ്മിച്ചിട്ടുള്ളതല്ലാത്ത യവനന്മാരുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ കുന്തങ്ങൾ ചുഴറ്റി എറിയുക. അക്കില്ലീസ് ഇപ്പോൾ ഇവരുടെ ഒപ്പം ഇല്ല. തുടർന്നുണ്ടായ ഉഗ്രവും തീവ്രവുമായ സമരത്തിൽ ആദ്യമായി യവന സേനാനിയായ ഡയോരിസ് കൊല്ലപ്പെട്ടു. ത്രേഷ്യൻ സേനാധിപതിയായ പെയൂരിസിന്റെ ഏറുകൊണ്ട് മറിഞ്ഞു വീണ ഡയോറിസിനെ അയാൾ വയറ്റിൽ കുന്തം കുത്തി ഇറക്കി കൊന്നു. എന്നാൽ തിരിച്ചു വിജയാഹ്ലാദത്തോടെ മടങ്ങിയ പെയൂരിസിനെ തോയാസ് എന്ന ഗ്രീക്ക് സേനാധിപൻ കുന്തപ്രയോഗത്തിൽ നിലംപൊത്തിച്ചു. എതിരാളിയുടെ തലവെട്ടിയെടുത്ത് തിരിഞ്ഞ അയാളെ ഞൊടിയിടയിൽ ത്രേഷ്യൻ പടയാളികൾ പിടികൂടി കാലദേവൻ അയച്ചു. അനേകം ട്രോജൻകാരും ഗ്രീക്കുകാരും അന്ന് മരിച്ച് മണ്ണടഞ്ഞു. ടൈഡിയൂസിന്റെ പുത്രനായ ഡയോമിഡിയസ് അഥീനയിൽ നിന്നും സംഭരിച്ച ശക്തിയുമായി പടക്കളം മുഴുവൻ ഓടി നടന്ന് ട്രോജൻ പക്ഷത്തെ പല യോദ്ധാക്കളെയും കുന്തമെറിഞ്ഞു വീഴ്ത്തി. യുദ്ധദേവനായ ആരസ്റ്റിനെ ഇതിനകം അഥീന പിടിയാലെ സ്കാമൻഡ്രോസ് നദീതീരത്തുള്ള ഒരു പുൽത്തക്കിടിയിലേക്ക് മാറ്റിയതക്കം നോക്കി അഗമെമ്നോടും ഐഡോമിനിയൂസും മെനിലിയൂസും തങ്ങൾ കണ്ടുമുട്ടിയ പ്രതിയോഗികളെയെല്ലാം തന്നെ വകവരുത്തി. എന്നാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഏറ്റുമുട്ടലുകളിലൂടെ ഡയോമിഡിയസ് പടനിലമാകെ പാഞ്ഞു നടന്നപ്പോൾ വില്ലാളി വീരനായ പണ്ടാരോസ് അയാൾക്ക് നേരെ തൊടുത്തുവിട്ട അസ്ത്രം ശരിക്കും അയാളുടെ തോളിൽ തന്നെ ചെന്ന് തറച്ചു. പക്ഷേ ഡയോമിഡിസ് ആ അസ്ത്രപ്രയോഗം അല്പവും കൂട്ടാക്കിയില്ല. തൻ്റെ തോളിൽ നിന്നും ശരമൂരിയെടുക്കുവാൻ സാരഥിയോട് പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി തന്നെ സഹായിക്കണമേ എന്ന് അഥീനയോട് പ്രാർത്ഥിച്ചു. അഥീന അയാളുടെ പ്രാർത്ഥന ശ്രവിച്ചു. നിരപായം യുദ്ധത്തിൽ മുന്നേറുവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ദേവന്മാരെയും മനുഷ്യരെയും തമ്മിൽ തിരിച്ചറിയുവാൻ വേണ്ടി അയാളുടെ കണ്ണുകളിലെ മറ നീക്കിക്കൊടുത്തു. എന്നിട്ട് അഫ്രൊഡൈറ്റ് പടക്കളത്തിലേക്ക് വന്നാൽ കുന്തം കൊണ്ട് കുത്തി അവളെ മുറിപ്പെടുത്തുവാൻ മടിക്കേണ്ടതില്ലെന്നും ഉപദേശിച്ചു. ഡയോമിഡിസ് സജീവ സമര രംഗത്തേക്ക് വീണ്ടും നീങ്ങി. അമ്പെയ്ത് പണ്ടോരസിനെ തിരഞ്ഞുള്ള ആ പാച്ചില് എയ്സ്തൈസൂസിനെ നെഞ്ചിൽ കുത്തി നിലം പതിപ്പിച്ചു. ഹൈപ്പയോറോണിന്റെ തലവെട്ടി. സ്വപ്ന വ്യാഖ്യാതമായ യൂറിഡാമാസിന്റെ 2 പുത്രന്മാരെ യമപുരിക്ക് പോകിച്ചു. എക്കിമോണിനെയും ക്രോമിയോസിനെയും രഥത്തിൽ നിന്നു വലിച്ച് താഴെയിട്ട് വധിച്ചു. ഡയോമിഡീസ് അങ്ങനെ കൊല്ലും കൊലയുമായി പാഞ്ഞു നടന്നപ്പോൾ അഫ്രൊഡൈറ്റിയുടെ പുത്രനായ ഈനിയസ് പാണ്ഡോരസിനെ സമീപിച്ച് ആ ഗ്രീക്ക് സിംഹത്തെ അമ്പെയ്ത് വീഴ്ത്തുവാൻ പ്രേരിപ്പിച്ചു. പക്ഷേ പാണ്ഡോരസിനുണ്ടോ കഴിയുന്നു? ആ മനുഷ്യന്റെ പിന്നിൽ ഏതോ ദേവൻ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും ആയതുകൊണ്ട് നേരിട്ട് ചെന്ന് കുന്തം പ്രയോഗിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരും രഥത്തിൽ കയറി ഡയോമിഡീസിന്റെ നേരെ പാഞ്ഞെടുത്തു. നേർക്ക് നേരെ ചെന്ന് നിന്നപാടെ പാണ്ഡോരോസ് ഡയോമിഡീസിന്റെ നെഞ്ചിലേക്ക് കുന്തം ചാണ്ടി. ഡയോമിഡീസ് പരിച കൊണ്ട് തടുത്തെങ്കിലും കുന്തമുന കവചം തകർത്ത് അകത്ത് കടന്നു. ജയഭേരി മുഴുക്കിക്കൊണ്ട് നിന്ന പണ്ടോരോസിന്റെ നേർക്ക് പെട്ടെന്നായിരുന്നു ഡയോമിഡിയസിന്റെ കുന്തപ്രയോഗം. കുന്തം പണ്ടോരോസിന്റെ കണ്ണും മൂക്കും പല്ലും തകർത്ത് അയാളുടെ കഴുത്തും വേർപെടുത്തിയിട്ടേ അടങ്ങിയുള്ളൂ. ഈനിയസ് ഉടൻ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി. ഏറ്റുമുട്ടുവാനുള്ള തയ്യാറെടുപ്പിൽ ഉശിരി കാണിച്ചു നിന്നപ്പോൾ ഡയോമിഡിയസ് ഒരു ഊക്കൻ പാറക്കല്ലെടുത്ത് അയാളുടെ കണങ്കാലിലേക്ക് ആഞ്ഞുറേറ് കൊടുത്തു. നിലത്ത് വീണ അയാളെ അഫ്രൊഡൈറ്റി ഓടിയെത്തി മേലങ്കി കൊണ്ട് മൂടിപ്പിടിച്ചു. അഥീനയെ പോലെ പടക്കളത്തിൽ ധീരമായി നിന്ന് പോരാടുവാനുള്ള കരുത്ത് അഫ്രൊഡൈറ്റിക്കില്ലെന്നറിഞ്ഞ ഡയോമിഡിസ് കുന്തവും കുലുക്കി അവരുടെ നേരെ പാഞ്ഞു. ഓട്ടത്തിൽ കുന്തമുന തറഞ്ഞ അഫ്രൊഡൈറ്റിയുടെ കരം മുറിഞ്ഞു. അന്നേരം അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയ ഈനിയസിനെ അപ്പോളോ ദേവൻ ഒരു മേഘം കൊണ്ട് മറച്ച് രക്ഷപ്പെടുത്തി. സമരദേവനായ ആരസ് അപ്പോൾ പടക്കളത്തിന്റെ ഒരു ഭാഗത്ത് നിൽപ്പുന്നുണ്ടായിരുന്നു. വേദന സഹിക്കുവാൻ നിവൃത്തിയില്ലാതെ അഫ്രൊഡൈറ്റി ആരസിനെ കണ്ട അദ്ദേഹത്തിന്റെ 2 കുതിരകളെ തനിക്ക് ഒളിമ്പസിലേക്ക് പോകുവാൻ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. സമരദേവൻ ഉടനെ കുതിരകളെ വിട്ടുകൊടുത്തു.
ആകാശത്തിലൂടെ ക്ഷണത്തിൽ ഒളിമ്പസിലെത്തിയ അഫ്രൊഡൈറ്റി ചെന്നപാടെ മാതാവായ ഡയോനയുടെ മടിത്തട്ടിൽ വീണ് തേങ്ങിക്കരഞ്ഞു. തൻ്റെ മകൻ ഈനിയസിൻ്റെ പടക്കളത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിച്ചതിന് ഡയോമിഡീസ് നൽകിയ സമ്മാനമാണ് എനിക്ക് കിട്ടിയ കയ്യിലെ മുറിവെന്നും ഗ്രീക്കുകാരുടെ യുദ്ധം ദൈവങ്ങൾക്കെതിരായ ഒന്നാണെന്നും അഫ്രൊഡൈറ്റി അമ്മയോട് പറഞ്ഞു. എന്നാൽ മനുഷ്യർ മൂലമുണ്ടാകുന്ന വേദനകൾ തങ്ങൾ സഹിച്ചേ തീരുവെന്ന പല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ അമ്മ മകളെ സമാശ്വസിപ്പിച്ചു. അവരുടെ സംഭാഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ പടക്കളത്തിൽ അപ്പോളോ ദേവനും ഡയോമിഡീസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അപ്പോളോ ദേവനിൽ നിന്നും ഈനിയസിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് വധിച്ച ശേഷം അയാളുടെ ആയുധങ്ങൾ കരസ്ഥമാക്കുവാനായിരുന്നു ഡയോമിഡിയസിന്റെ ശ്രമം. എന്നാൽ ദൈവങ്ങളോട് മനുഷ്യർ ഏറ്റുമുട്ടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അപ്പോളോ ദേവൻ ഗർജിച്ചപ്പോൾ ഡയോമിഡീസ് അല്പമൊന്ന് പിന്മാറി. അനന്തരം അപ്പോളോ ദേവൻ ആരസ്റ്റിനെ ഡയോമിഡീസിനെതിരായി തിരികെ ഇളക്കി വിട്ടു. ആരസ് ഉടൻ തന്നെ വേഷപ്രച്ഛന്നനായി ട്രോജൻ അണികളിലെത്തി പ്രിയാമിന്റെ പുത്രന്മാർക്ക് ആവേശം പകർന്നു. ലിസിയായിലെ രാജാവായ സാർപഡോൺ അന്നേരം ഹെക്ടറെ വിളിച്ച് ശകാരിച്ചു. സുഹൃത്ത് സൈന്യങ്ങളുടെ സഹായം കൂടാതെ നഗരം രക്ഷിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്തുപറ്റി? അവർക്കിനി ഈ നഗരം കീഴടക്കുവാൻ എത്ര നേരം വേണം? സാർപഡോണിന്റെ ഭർസനങ്ങൾ കേട്ട് ചുടിച്ച ഹെക്ടർ തൻ്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി എല്ലാവരെയും സമരത്തിന് പ്രോത്സാഹിപ്പിച്ചു. ആക്രമണവും പ്രത്യാക്രമണവും, കുന്തങ്ങൾ കൂട്ടിമുട്ടും, കരവാളുകൾ ശബ്ദിച്ചു, ശിരസുകൾ ചിതറിത്തെറിച്ചു, പൊടിപടലം പൊങ്ങി. അപ്പോൾ മരിച്ചുപോയെന്ന് കരുതപ്പെട്ട ഈനിയസ്റ്റിനെ അപ്പോളോ ദേവൻ അടർക്കളത്തിലേക്ക് കൊണ്ടുവന്നു. ട്രോജൻ സൈന്യത്തിന് അത് കണ്ടപ്പോൾ ഉത്സാഹമേറി. ഗ്രീക്കുകാരും ആവേശത്തോടെ അടരാടി. അഗമെമ്നോൻ പടക്കളത്തിലൂടെ പാഞ്ഞു നടന്ന് അണികളിൽ ശക്തി കുത്തിവെച്ചു. ഇതിനിടെ അദ്ദേഹം എറിഞ്ഞ ഒരു കുന്തം ഈനിയസ്റ്റിന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന പെർഗാസിസൈഡസിന്റെ വയർ കുത്തി തുറന്നു. അതിൽ അമർഷം പൂണ്ട ഈനിയസ് ഡയക്ലസിന്റെ പുത്രന്മാരായ ക്രീത്തോണിനെയും ഓർസിലോകോസ്റ്റിനെയും അരിഞ്ഞു വീഴ്ത്തി. അത് കണ്ട് രക്തം തിളച്ച മെനിലിയോസ് ഈനിയസിന്റെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ മെനിലിയോസ് ഒറ്റയ്ക്കല്ല വരുന്നതെന്ന് കണ്ടപ്പോൾ ഈനിയസ് പതുക്കെ പിന്മാറി. അതിനിടെ പലരുടെയും തോളെല്ലുകൾ തകർന്നു, കൈമുട്ടുകൾ ഒടിഞ്ഞു, നെറ്റിത്തടങ്ങൾ പിളർന്നു. യുദ്ധം അതിരൂക്ഷമായി. ഹെക്ടർ ഇപ്പോൾ ഒരു വമ്പൻ പടയുമായി യുദ്ധരംഗത്തേക്ക് മുന്നേറുകയായിരുന്നു. ആരസ് ദേവൻ ഒരു കൂറ്റൻ കുന്തവും കുലുക്കി ഹെക്ടറിന്റെ മുമ്പിലും പിൻപിലുമായി മാറി മാറി പ്രത്യക്ഷപ്പെടുന്നു. ആ വരവ് കണ്ട ഡയോമിഡീസ് അടക്കം പല ഗ്രീക്ക് നായകന്മാരും പിന്മാറി. തേരിലിരുന്നു കൊണ്ട് തന്നെ ഹെക്ടർ 2 യവന സേനാനികളെ കുത്തി താഴെയിട്ടു. വലിയ അജാത്ത് ഉടൻ തന്നെ അതിന് പ്രതികാരം വീട്ടി. ട്രോജൻ പക്ഷത്തെ ആംഫിയോസ് എന്ന യുദ്ധവീരനെ കുത്തിമലർത്തിക്കൊണ്ട് അങ്ങനെയായിരുന്നു ആ പകവീട്ടൽ. ഇപ്പോൾ സാർപഡോണും ഹൈരക്ലീസിന്റെ പുത്രനായ ത്ലിപ്പോലിമോസും തമ്മിലായി യുദ്ധം. പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടുമായിരുന്നു അവരുടെ ഏറ്റുമുട്ടൽ. രണ്ടുപേരും ഒപ്പം കുന്തമുനകൾ എറിഞ്ഞു. സാർപഡോണിന്റെ കുന്തം എതിരാളിയുടെ ഗളനാളം ഛേദിച്ചു കളഞ്ഞു. തലിപ്പൊലിമോസ് എറിഞ്ഞ കുന്തം പ്രതിയോഗിയുടെ തുടയെല്ല് തുളച്ചതിൽ തുറച്ചു നിന്നു. സിയൂസ് ദേവന്റെ സഹായത്താൽ പ്രാണഹാനി നേരിട്ടില്ല. ഒഡീസിയസിന്റെ കോപം ആളിക്കത്തിയത് അപ്പോഴാണ്. മുറിവേറ്റ് കിടക്കുന്ന സാർപഡോണിനെ വധിച്ചു കളയുവാൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തെങ്കിലും പിന്നീട് അതിൽ നിന്നും പിൻവാങ്ങി. അദ്ദേഹത്തിന്റെ സേനാനികളെ കണ്ടം തുണ്ടമായി വെട്ടിനുറുക്കി. ഹെക്ടർ അന്നേരം ആ രംഗത്തില്ലായിരുന്നുവെങ്കിൽ ഒഡീസിയസിന്റെ വാളിന് പിന്നെയും അനേകം പേർ ഊണാകുമായിരുന്നു. ആരസ്റ്റിന്റെ അകമ്പടിയോടുകൂടി അടരാടിയ ഹെക്ടറിനെ ആർക്കും തടുക്കുവാനായില്ല. ഗ്രീക്ക് സൈന്യത്തിൽ അദ്ദേഹം വരുത്തിക്കൂട്ടിയ നാശനഷ്ടങ്ങൾ കണ്ട് ഹെറാദേവിയും അഥീനയും കൂടി പടക്കളത്തിലേക്ക് തിരിക്കുവാൻ വട്ടം കൂട്ടി. സിയൂസ് ദേവന്റെ കനത്ത മേലങ്കിയെടുത്ത് ധരിച്ച് മാന്ത്രിക ശക്തിയുള്ള തുകൽപ്പട്ടയും തോളിലണിഞ്ഞ് കയ്യിൽ കനത്ത കുന്തവും പേറി നിന്നപ്പോൾ അഥീന ഒരു പ്രതികാര ദുർഗയെപ്പോലെ തോന്നിച്ചു. ഇരുവരും ഉടൻ സിയൂസ് ദേവനെ കണ്ട അനുഗ്രഹം വാങ്ങി രഥോഹോരണം ചെയ്തു. നക്ഷത്ര മണ്ഡലത്തിലും ഭൂമിക്കും മധ്യേ കൂടി പാഞ്ഞ കുതിരകൾ നിമിഷങ്ങൾക്കകം ട്രോയ് നഗരത്തിന്റെ മൈതാനിയിൽ സിമിയോസ്, സ്കമാൻഡ്രോസ് എന്നീ 2 നദികളുടെ സമാഗമന സ്ഥലത്തെത്തി. ഇരുവരും എത്തിയിട്ട് ഗ്രീക്ക് സൈന്യം മധ്യത്തിലേക്ക് കടന്ന് അവരിൽ ഹരം കുത്തിവെച്ചു. അക്കില്ലീസ് യുദ്ധരംഗത്തുള്ളപ്പോൾ ഒരൊറ്റ ട്രോജനും കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കുകയില്ലായിരുന്നു. എന്നാൽ ട്രോജൻകാർ ഇപ്പോൾ നിങ്ങളുടെ കപ്പലുകളുടെ അടുത്തുവരെ എത്തിയിരിക്കുന്നു. ലജ്ജാവഹം. ഗംഭീരമായ കാഹളധ്വനി പോലെ മുഴങ്ങിയ ഹിറാദേവിയുടെ ഈ ശകാരം യവനന്മാരെ വിജൃംഭിത വീര്യന്മാരാക്കി. അഥീന അപ്പോൾ ഡയോമിഡിയസിനെ അവിടം മുഴുവൻ തിരയുകയായിരുന്നു. ശാരീരികവും മാനസികവുമായ ക്ലേശം അനുഭവിച്ചുകൊണ്ട് സ്വന്തം രഥത്തിലിരുന്ന് വിയർപ്പ് തുടിച്ചുകൊണ്ടിരുന്ന ഡയോമിഡിയസിനെ കണ്ടുമുട്ടിയ അഥീന അയാളെ ഭീരുവെന്ന് വിളിച്ച് കണക്കിന് ശകാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അഫ്രൊഡൈറ്റിയെ ഒഴിച്ച് മറ്റ് ദൈവങ്ങളിൽ ആരോടും പോരാടരുതെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? ആ ആജ്ഞ അനുസരിച്ച് ആരസ്റ്റിനോട് ഞാൻ എങ്ങനെയാണ് എതിർക്കുക? ഞാനും എൻ്റെ സൈന്യവും അല്പം പിൻവാങ്ങിയത് അതുകൊണ്ടാണ്. ഡയോമിഡിയസ്, ആരസ്റ്റിനെ എന്നല്ല
മറ്റേതൊരു ദേവനെയോ ദേവിയോ നേരിടുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാര്യസാധ്യത്തിനു വേണ്ടി ഏതു നിമിഷത്തിലും ഏതു വശത്തേക്കും തിരിയുന്ന ആ തുച്ഛജീവിയെ തുച്ഛടയ്ക്കുവാൻ തയ്യാറാവൂ. അഥീന അങ്ങനെ ഡയോമിഡിയസിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അയാളുടെ രഥത്തിൽ ചാടിക്കയറി. ഭീഷ്ണരൂപിണിയായ ഒരു ഒളിമ്പ്യൻ ദേവിയും അജയശക്തിമാനായ ഒരു മർത്യ യോദ്ധാവ് ആരസ്റ്റനെ തേടിയുള്ള ആ പാച്ചിലിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. ഡയോമിഡീസും ആരസ്റ്റും പരസ്പരം കണ്ടുമുട്ടി. കണ്ടയുടൻ ആരസ് പ്രതിയോഗിയുടെ നേർക്ക് കൂടെയിരിക്കുന്നത് ആരെന്നറിയാതെ കുന്തം ചൂണ്ടി. പക്ഷെ അഥീന അത് നിഷ്പ്രയാസം തട്ടിമാറ്റി. ഉത്തരക്ഷണത്തിൽ ഡയോമിഡിയസ് എറിഞ്ഞ കുന്തം ആരസ്റ്റിന്റെ അടിവയറ്റിൽ തന്നെ ചെന്ന് തറച്ചു. ഡയോമിഡിയസ് കുന്തം വലിച്ചൂരി എടുത്തപ്പോൾ ആരസ്റ്റിന്റെ ആർത്തരത്തിലുള്ള മുറിവിളി കൊണ്ട് അടർക്കളം കുലുങ്ങിപ്പോയി. പെട്ടെന്നൊരു കറുത്ത പിണ്ഡം മേഘപാളുകളെ ഭേദിച്ച് മേലുപോട്ടുയർന്ന് ഡയോമിഡിയസ് കാണുകയും ഇടയുണ്ടായി. മുറിവേറ്റ യുദ്ധദേവനായ ആരസ്റ്റ് ഒളിമ്പസിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. പിതാവായ സിയൂസിന്റെ അടുത്തെത്തിയ ആരസ്റ്റ് അഥീനയെക്കുറിച്ചും ഡയോമിഡിയസിനെ കുറിച്ചും വെറുപ്പും അറപ്പും കലർന്ന ഭാഷയിൽ സംസാരിച്ചു. എല്ലാം കേട്ട ശേഷം മർക്കട മുഷ്ടിക്കാരനും കലഹപ്രിയനുമായ തന്റെ മകനെ അദ്ദേഹം അമർഷത്തോടുകൂടി ശാസിച്ചു. സിയൂസ് അനന്തരം ദേവവൈദ്യനായ പെയ്യോനെ ആളയിച്ചു വരുത്തി. മകന്റെ മുറിവിൽ മരുന്നു പുരട്ടി. ആരസ് പൂർണ്ണസുഖം പ്രാപിച്ചു. അപ്പോഴേക്കും യുദ്ധരംഗത്ത് നിന്നും ഹെറാദേവിയും അഥീനയും മടങ്ങിയെത്തി. ആക്രമണ പ്രത്യാക്രമണങ്ങളിലൂടെ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. വലിയ ജാക്സും ഡയോമിഡിയസും ട്രോജൻ പക്ഷത്തേക്ക് പല മുന്നേറ്റങ്ങളും നടത്തി. അഗമെമ്നോണും ഒഡീസിയസും ആന്റിലോക്കോസും ഒറ്റയടിക്ക് തന്നെ പല ട്രോജൻ പ്രമാണികളുടെ കഥ കഴിച്ചു. പിടികൂടപ്പെട്ട അഡ്രോസ്റ്റോസസ് എന്ന ട്രോജൻ സേനാധിപനെ വെട്ടി നുറുക്കുന്നതിന് പകരം സഹാനുഭൂതിയുടെ പേരിൽ മെനിലിയസ് കപ്പലിലേക്ക് അയക്കുവാൻ തുടങ്ങവേ അഗമെമ്നോൺ ഓടിയെത്തി അയാളെ കുത്തിമലർത്തി. യവന മുന്നേറ്റം അതിശീഘ്രം അത്യുഗ്രമായപ്പോൾ ട്രോജൻകാർ നഗര കവാടത്തിലേക്ക് പിൻവാങ്ങുമെന്ന നിലയായി. ആ അപകടനില മനസ്സിലായപ്പോൾ പ്രിയാമിന്റെ പുത്രനായ ഹെലിനോസ് ആലോചന യോഗത്തിലും അടർക്കളത്തിലും അഗ്രസേനന്മാരായ ഈനിയസ്റ്റിനെയും ഹെക്ടറിനെയും സമീപിച്ച് അണികളെ ശക്തിപ്പെടുത്തുവാനും ഭടജനങ്ങളെ പട്ടണവാതിക്കലേക്ക് പിന്തിരിഞ്ഞോടുവാൻ അനുവദിക്കാതിരിക്കുവാനും അപേക്ഷിച്ചു. മാത്രമല്ല ഹെക്ടർ ഉടൻ തന്നെ നഗരത്തിലേക്ക് ചെന്ന് അമ്മയെ കണ്ട് കോട്ടയ്ക്കകത്തുള്ള അഥീനാദേവിയുടെ നാമത്തിലുള്ള ക്ഷേത്രം തുറപ്പിച്ച് അവിടെ ഒരു നേർച്ച നടത്തേണ്ട ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഹെക്ടർ ഉടൻ തന്നെ സൈന്യങ്ങളെ ക്രമപ്പെടുത്തി നിർത്തി ഉറച്ചു നിന്ന് പോരാടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സ്വർഗീയ സഹായം പ്രാർത്ഥിക്കുവാൻ നഗരകവാടം കടന്ന് കോട്ടയ്ക്കകത്തേക്ക് പോയി. ഡയോമിഡിയസിനോട് ഏറ്റുമുട്ടുവാൻ ലിസിയാക്കാരനായ ഗ്ലൗക്കോസ് അപ്പോഴാണ് അവിടെ എത്തിയത്. കാഴ്ചയിൽ ഒരു ദേവനെ പോലെ തോന്നിയ ഗ്ലൗക്കോസിനോട് പടവെട്ടുവാൻ ഡയോമിഡിയസിന് ഭയമായിരുന്നു. അയാൾ അതുകൊണ്ട് ഗ്ലൗക്കോസിന്റെ കുലവും വംശവും ചോദിക്കുവാൻ തുടങ്ങി. പ്രത്യാപശാലികളായ തന്റെ പ്രപിതാക്കന്മാരുടെ വീരപരാക്രമങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് ഗ്ലൗക്കോസിന്റെ ഉദ്ധരണീയങ്ങൾ കേട്ടപ്പോൾ ഡയോമിഡിയസിന് ആഹ്ലാദം തോന്നി. ആ കഥ മുഴുവൻ വാസ്തവമാണെങ്കിൽ തന്റെ കുടുംബം ഗ്ലൗക്കോസിന്റെ കുടുംബവും തമ്മിൽ പണ്ടേ മൈത്രേയൻ കഴിഞ്ഞിരുന്നുവെന്നും തങ്ങളുടെ പിതാമഹന്മാർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിട്ടുള്ളവരാണെന്നും സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പരസ്പരം പരിചയങ്ങൾ കൈമാറി സ്നേഹിതരാകാമെന്ന് ഡയോമിഡിയസ് അറിയിച്ചു. ഹെക്ടർ ഈ സമയം കൊണ്ട് കോട്ടയ്ക്കകത്ത് കിടന്ന് കൊട്ടാരത്തിലെത്തി അമ്മയെ കാണുകയായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പട്ടാമ്പരം അഥീനാദേവിക്ക് കാഴ്ചവെക്കണമെന്നും അതിനു പുറമെ ഒരു വയസ്സെത്തിയെ 12 പശുക്കുട്ടികളോടുകൂടി ദേവിക്ക് ബലിയർപ്പിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അയാൾ പാരിസിനെ കണ്ടുപിടിക്കുവാൻ ഓടി. ഹെക്ടറിന്റെ അമ്മ ഹെക്യൂബ മകൻ പറഞ്ഞതനുസരിച്ച് അനേകം സ്ത്രീകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെത്തി അഥീനാദേവിക്ക് പട്ടാമ്പരം സമർപ്പിച്ചു. പിന്നെ ഡയോമിഡിയസിന്റെ കുന്തമടച്ച് അയാളെ നിലംപതിപ്പിച്ച് ട്രോയ് നഗരത്തെ രക്ഷിക്കാമെങ്കിൽ 1 വയസ്സുള്ള 12 പശുക്കുട്ടികളെ ദേവിക്ക് ബലി കഴിപ്പിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. ഹെക്ടർ പാരിസിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അയാൾ പരിചയും പടച്ചട്ടിയും മിനുക്കി വില്ലിന്റെ ഞാൺ നീട്ടി വിനോദിക്കുകയായിരുന്നു. ഭയങ്കരമായ യുദ്ധത്തിന്റെ കാരണക്കാരനായ സ്വസഹോദരന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിൽ ഹെക്ടർ കോപം കൊണ്ട് കലിതുള്ളി. ചേട്ടന്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ അനുജൻ ക്ഷണത്തിൽ ഭാര്യയുടെ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് പടനിലത്തിലേക്ക് പോകുവാനൊരുങ്ങി. നിരുദ്ധകണ്ഠനായി നിന്ന ഹെക്ടറിനെ നോക്കി അപ്പോൾ ഹെലൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ബുദ്ധിമോശം കൊണ്ടുണ്ടായ വിപത്തുകളാണ്. ഭാവി തലമുറ ഞങ്ങളെ അപഹസിക്കും. ഹെക്ടറിൻ്റെ മനസ്സപ്പോഴും പടക്കളത്തിൻ്റെ നടുവിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വന്ന് തൻ്റെ ഭാര്യയും പിഞ്ചോമന പുത്രനെയും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്തപ്പോൾ അയാൾ വിതുമ്പിപ്പോയി. ഒടുവിലായി ഒരിക്കൽ കൂടി താൻ അവരെ കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഹെക്ടർ അവിടെ നിന്നിറങ്ങി തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഹെക്ടറിൻ്റെ ഭാര്യ ആൻഷോമാക്കി അപ്പോൾ അന്തപുരത്തിലുണ്ടായിരുന്നില്ല. അവൾ കോട്ടവാതിക്കിലേക്ക് പോയിരിക്കുകയായിരുന്നു. പടക്കളത്തിൽ പരിക്ക് പറ്റിയവരെ അന്വേഷിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. ഹെക്ടർ ഉടൻ അങ്ങോട്ട് പുറപ്പെട്ടു. ദൂരെ വെച്ച് തന്നെ ഇരുവരും പരസ്പരം കണ്ടു.
ആൻഡ്രോമാക്കി കവിളുകളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രീതമനെ നോക്കി നിന്നു. ധാത്രിയുടെ കയ്യിലിരുന്ന പിഞ്ചുമകൻ അച്ഛൻ്റെ നേരെ നോക്കി നുണുട്ടുകാട്ടി ചിരിച്ചു. വികാരധീനനായ ഹെക്ടർ വിസ്മയം പൂണ്ട് നിന്നപ്പോൾ ആൻഡ്രോമാക്കി സാവധാനം തൻ്റെ പ്രീതമൻ്റെ കരങ്ങൾ തലോടിക്കൊണ്ട് ഇങ്ങനെ മൊഴിഞ്ഞു. എൻ്റെ പ്രാണാധിക പ്രിയമതമായ ഹെക്ടർ, ഇതെന്തൊരു സാഹസികതയാണ്! ഇത് മരണത്തിലേക്കുള്ള തള്ളിവിടുന്ന സാഹസികതയല്ലേ? ഈ പിഞ്ചു കുഞ്ഞിനെ അനാഥയാക്കി എന്നെ വിധവയാക്കി മാറ്റുവാനാണോ അങ്ങയുടെ ശ്രമം? അക്കാണുന്ന സൈന്യങ്ങളോട് ഏറ്റുമുട്ടി അങ്ങ് വധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ എന്തിനു പിന്നെ ജീവിക്കണം? അങ്ങില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കൂടി വയ്യ. ഘനീഭവിച്ച ദുഃഖം പോലെ ആ ട്രോജൻ വീരനായകൻ നിശ്ചലം നിന്നപ്പോൾ ആൻഡ്രോമാക്കി തുടർന്നു. ഇന്ന് എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, സഹോദരന്മാരുമില്ല. എൻ്റെ അച്ഛനെയും സഹോദരന്മാരെയും അക്കില്ലീസ് കൊന്നുകളഞ്ഞു. തടവുകാരിയായി പിടിക്കപ്പെട്ട എൻ്റെ അമ്മയെ ഒരു വലങ്കൈ തുക്ക മോചന ദ്രവ്യവും കൊണ്ട് സ്വതന്ത്രയാക്കിയെങ്കിലും ആർട്ടിമിസ്റ്റിൻ്റെ അമ്പേറ്റ് അവൾ മരണമടഞ്ഞു. അതുകൊണ്ട് ഹെക്ടർ, എൻ്റെ അച്ഛനും സഹോദരനും അതിനെല്ലാം ഉപരി എൻ്റെ ഭർത്താവുമായ അങ്ങ് നമ്മുടെ കുഞ്ഞിനെയും എന്നെയും അനാഥരാക്കരുത്. അങ്ങ് കോട്ടുമതിൽ വിട്ട് പുറത്തുപോയി ആപത്തിൽ ചാടാതിരിക്കണം. ഹെക്ടറുടെ മനസ്സിൽ അലിഞ്ഞു പോയെങ്കിലും അയാളുടെ നിശ്ചയത്തിന് ഇളക്കമില്ലായിരുന്നു. ഒരു ഭീരുവിനെ പോലെ സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് പിന്തുരിഞ്ഞോടുവാൻ അയാൾ തയ്യാറല്ലായിരുന്നു. പ്രിയേ, ട്രോയി എന്നേക്കുമായി നശിക്കുന്നു. ഒരു ദിവസം വരും, അന്ന് പ്രിയാമൻ രാജ്ഞി ഹെക്യുബയും അടക്കം എല്ലാവരും നശിക്കും. അപ്പോൾ നിന്നെപ്പറ്റിയുള്ള ചിന്ത നിനക്ക് തന്നെ സംഭവിക്കുമെന്നുള്ള ചിന്തയായിരിക്കും. ആയുധമണിഞ്ഞ വെറുമൊരു പടയാളി നിന്നെ ഇവിടെ നിന്ന് തടവുകാരിയായി പിടിച്ചുകൊണ്ടു പോവുക. വിദൂരത്തെവിടെയോ ഉള്ള അവൻ്റെ വീട്ടിൽ നീ ഒരടിമപ്പെണ്ണായി ജീവിക്കുക. ഒരന്യ സ്ത്രീയുടെ ചൊൽക്കടിക്കനുസരിച്ച് കാട്ടരുവികളിൽ നിന്ന് വെള്ളം കോരി ചുമലിൽ ചുമന്ന് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് ഓർക്കുവാൻ കൂടി കഴിയില്ല. കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളുമായി നീ അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ കാണികൾ പറയും, കണ്ടോ, ട്രോയ് യുദ്ധത്തിൽ ഇടപെടാതെ നിന്ന സൈന്യങ്ങളെ നയിച്ച വീരനായ ഹെക്ടറുടെ ഭാര്യയാണതെന്ന്. ആ ഹെക്ടർക്ക് ഇവളെ ഈ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിഞ്ഞില്ല പോലും. ലജ്ജാകരം. അതെല്ലാം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു വീണു ഭൂമിയിൽ മണ്ണടിച്ചെങ്കിൽ മതിയായിരുന്നുവെന്ന് എനിക്ക് തോന്നും. ഹെക്ടർ പിന്നെ അതിൻ്റെ അരുമപുത്രനായ എടുത്ത് മാറോട് ചേർത്ത് മർത്തിക്കൊണ്ട് സിയൂസ് ദേവരോടും സ്വർഗസ്ഥന്മാരായ മറ്റ് ദേവതകളോടും വിസ്തൃതനായ പിതാവിനെ പോലും പിന്നിലാക്കുമാറ് ഉഗ്രപ്രതാപശാലിയായി തൻ്റെ മകൻ വളർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അനന്തരം ഹെക്ടർ സ്വപുത്രനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ആൻഡ്രോമാക്കിയെ നോക്കി പ്രേമാതിരക്കത്തോടുകൂടി വീണ്ടും തുടർന്ന് പറഞ്ഞു, നീയാണ് എന്നെ ആശ്വസിപ്പിക്കേണ്ടത്. ദൈവനിശ്ചയം മറിച്ചാണെങ്കിൽ ഈ ഹെക്ടറെ യാതൊരു ശക്തിക്കും അവൻ്റെ ശവകൂടത്തിലെത്തിക്കുവാൻ സാധിക്കില്ല. പക്ഷേ മനുഷ്യൻ വിധിക്കുന്ന വിധേയനാണ്. ഞാൻ പോകട്ടെ, യുദ്ധം പുരുഷന്മാർക്കുള്ളതാണ്. ഹെക്ടർ പോർക്കളത്തിലേക്ക് നടന്നു. ആൻഡ്രോമാക്കി ഇടവിട്ടിടവിട്ട് പിന്തിരിഞ്ഞു നോക്കി കൊട്ടാരത്തിലേക്ക്. പാരിസ് ഒരു നിമിഷം പോലും താമസിച്ചില്ല. പടച്ചട്ടയും അണിഞ്ഞ് ഹെക്ടറോടൊപ്പം എത്തി. സഹോദര, ഹെക്ടർ പറഞ്ഞു, നിനക്ക് തുല്യം യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവർ നമുക്കിടയിൽ തുലവും അപൂർവമാണ്. പക്ഷേ യുദ്ധരംഗത്തേക്ക് ചീറിപ്പായേണ്ട സമയത്ത് പിൻവാങ്ങി നിൽക്കുന്നവരാണ് നിനക്കാഗ്രഹം. ഇക്കണ്ട ജനം മുഴുവൻ ഈ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിച്ച് യുദ്ധം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടാണല്ലോ. കഴിഞ്ഞതെല്ലാം പോകട്ടെ, ഇനിയെങ്കിലും ഉറച്ചു നിന്ന് പോരാടുക. ഹെക്ടറും പാരീസും പടക്കളത്തിലേക്ക് പാഞ്ഞു. ശത്രുക്കളെ വെട്ടിയും അരിഞ്ഞും കുത്തിമലർത്തിയും വീഴ്ത്തിക്കൊണ്ടുള്ള ആ പാച്ചിൽ കണ്ടപ്പോൾ ട്രോജൻ അണികളിൽ വീണ്ടും സമരാവേശം ഉണർന്നു. അത് മനസ്സിലാക്കിയ അധീനാദേവിക്ക് അങ്കലാപ്പായി. അവർ ബാണം കണക്കിയ ഒളിമ്പസിൽ നിന്നും ഭൂമിയിലേക്ക് കുതിച്ചു. അപ്പോളോ ദേവൻ അന്നേരം ട്രോജന്മാരെ സഹായിക്കുവാൻ അവിടെ എത്തി. അധീനയ്ക്കും അപ്പോളയ്ക്കും അന്നത്തെ യുദ്ധം നിർത്തിവെപ്പിച്ചിട്ട് ഗ്രീക്കുകാരിൽ ആരെയെങ്കിലും കൊണ്ട് ഹെക്ടറുമായി ദ്വന്ദ്വയുദ്ധം നടത്തിക്കുവാനായിരുന്നു പരിപാടി. അക്കാര്യത്തിൽ അവർ വിജയം വരിച്ചു കഴിഞ്ഞപ്പോൾ ഹെക്ടർ ഇരു സൈന്യങ്ങളുടെയും നടുവിലേക്ക് വന്ന് കുന്തം താഴ്ത്തി വിലങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗ്രീക്കുകാരിൽ ഏറ്റവും പ്രഗത്ഭരും പ്രതാപശാലികളുമാണ് ഇവിടെയുള്ളത്. അവരാരെങ്കിലും എന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരട്ടെ. എന്നിട്ട് അദ്ദേഹം തൻ്റെ വ്യവസ്ഥകളും മുമ്പോട്ട് വെച്ചു. കൊല്ലപ്പെടുന്നത് ഞാനാണെങ്കിൽ പ്രതിയോഗി എൻ്റെ കവചമഴിച്ചെടുത്ത് ശരീരം എൻ്റെ പക്ഷത്തുള്ളവർക്ക് വിട്ടുകൊടുക്കണം. മറിച്ച് അപ്പോളോ ദേവൻ്റെ അനുഗ്രഹത്താൽ ഞാനാണ് പ്രതിയോഗിയെ കൊല്ലുന്നതെങ്കിൽ അയാളുടെ കവചമഴിച്ചെടുത്ത് അത് അപ്പോളോ ദേവൻ്റെ ദേവാലയത്തിൽ പ്രദർശിപ്പിക്കുകയും മൃതശരീരം നിങ്ങൾക്ക് വിട്ടുതരികയും ചെയ്യും. ഹെക്ടറുടെ വെല്ലുവിളി സ്വീകരിക്കുവാൻ ഗ്രീക്കുകാർ ധൈര്യപ്പെട്ടില്ല. കാരണം അതിന് ഒരേ ഒരു യോദ്ധാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അക്കില്ലീസ്. അക്കില്ലീസ് ആണെങ്കിൽ ഇപ്പോൾ യുദ്ധരംഗത്തില്ലാതാനും അതിനെ നിരാകരിക്കുവാൻ അഭിമാനബോധവും അനുവദിച്ചില്ല. ആണത്വവും ചുണയുമില്ലാത്ത തൻ്റെ പക്ഷത്തുള്ളവർ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ മെനിലിയോസ് ചാടി എഴുന്നേറ്റ് ഗർജിച്ചുകൊണ്ട് അലറി. താൻ ഹെക്ടറെ എതിർക്കുവാൻ തയ്യാറാണ്. മുമ്പും പിമ്പും നോക്കാതെ അപകടത്തിലേക്കുള്ള ആ ചാട്ടം അഗമെമ്നോൻ തക്ക സമയത്ത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മെനിലിയോസ് കഥാവിശേഷനാകുമായിരുന്നു. കാരണം അക്കില്ലീസിൻ്റെ പോലും പേടി സ്വപ്നമായിരുന്നു ഹെക്ടർ. പിന്നീട് നെസ്തോറിൻ്റെ ഉപദേശമായി തൻ്റെ പഴയകാല പരാക്രമങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും ശത്രുവിനെ നേരിടുവാൻ ഒരുവിനെ പോലും കാണാത്തതിൽ അപഹസിച്ചുകൊണ്ടും അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ
9 ധീര യോദ്ധാക്കൾ ചാടി എഴുന്നേറ്റ്. അവരിൽ അഗമെമ്നോൻ, ഡയോമിഡിയസ്, വലിയ അജാക്സ്, ചെറിയ അജാക്സ്, മിരിയോനോസും, ഐഡിയമിനിയോസും, യൂറിപ്പിലോസും, തോയോസും ഒടുവിലായി ഒഡീസിയസും അണിനിരന്നു. ഒരാൾക്ക് പകരം 9 പേർ മുന്നോട്ട് വന്നപ്പോൾ അവരിൽ നിന്നും ഒരാളെ നറുക്കെട്ടെടുക്കാമെന്ന് നെസ്തോർ പറഞ്ഞു. നറുക്കൊടുവിൽ വലിയ അജാക്സിന് വീണു. പടക്കോപ്പുകൾ അണിഞ്ഞ് കുന്തം ചുഴറ്റി അമർത്തപ്പെട്ട പുഞ്ചിരി പിടിച്ച വലിയ അജാക്സ് രംഗത്തെത്തിയപ്പോൾ ഹെക്ടറിന്റെ അല്പമൊന്ന് കെടുത്തെടുത്തു പോയി. 8 ദിക്കും പൊട്ടുമാറുള്ള ഭീഷണ ശബ്ദത്തിൽ ഹെക്ടറെ അഭിമുഖീകരിച്ചുകൊണ്ട് അജാക്സ് അലറി, താമസിക്കേണ്ട ഹെക്ടർ, നിങ്ങൾ തന്നെ ആദ്യം കുന്തം പ്രയോഗിച്ചുകൊള്ളൂ. അജാക്സ്, ഞാൻ യുദ്ധമുറ അറിയാത്ത വെറുമൊരു ബാലനാണെന്ന് നിങ്ങൾ പരിഹസിക്കേണ്ട. പൊരുതാനും കൊല്ലുവാനും എനിക്കറിയാം. നിങ്ങളെ നിലംപതിക്കുവാനുള്ള കഴിവ് എനിക്കുമുണ്ടോ എന്ന് നോക്കട്ടെ. ഹെക്ടർ അത്രയും പറഞ്ഞ് കുന്തം ചുഴറ്റി അജാക്സിന് നേരെ ആഞ്ഞെറിഞ്ഞു. ഒരുമിച്ച് കഴിഞ്ഞു. കുന്തം അജാക്സിന്റെ പരിചയുടെ പിച്ചളത്തകിടും 6 മൂരിത്തോലും തുളിച്ചുവെങ്കിലും 7ാമത്തെ അടുക്കൽ ചെന്ന് തട്ടി മടങ്ങി നിന്നു. ഉടൻ അജാക്സ് ചൂണ്ടിയ കുന്തം ഹെക്ടർ പരിചയും കവചയും തുളച്ച് മാർച്ചട്ടയിൽ ഈശയെങ്കിലും അദ്ദേഹം പിടഞ്ഞ് രക്ഷപ്പെട്ടു. ഇരുവരും തൽക്ഷണം 2 സിംഹങ്ങളെപ്പോലെ കുന്തങ്ങൾ ഉയർത്തിപ്പാഞ്ഞെടുത്തു. ഹെക്ടർ വീണ്ടും കുത്തി, പക്ഷെ നിഷ്ഫലമായതേ ഉള്ളൂ. അജാക്സ് അപ്പോൾ വീണ്ടും ഹെക്ടറുടെ കഴുത്തിന് ആഞ്ഞു വെട്ടി. ചോര വാർന്നൊലിച്ച കഴുത്തുമായി ഹെക്ടർ ഒരു ഊക്കൻ പാറക്കല്ലെടുത്ത് പ്രതിയോഗിയുടെ നേർക്കെറിഞ്ഞു. അജാക്സും വിട്ടില്ല. അതിനേക്കാൾ വലിയൊരു പാറയെടുത്ത് ഹെക്ടറുടെ നേർക്ക് വീശിയാണ്. പരിചയം ചുളുങ്ങിയും മൃദുകല്ലും ഹെക്ടർ നിലത്ത് വീണുപോയി. അപ്പോളോ ദേവൻ അപ്പോഴേക്കും ഓടിയെത്തി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. സമയം അപ്പോൾ രാത്രിയായി കഴിഞ്ഞതിനാൽ ഇരുപക്ഷക്കാരൻ്റെയും സമ്മതത്തോടുകൂടി യുദ്ധം നിർത്തിവെച്ചു. അജാക്സ് ഏറ്റവും മിടുക്കനായ കുന്തപ്പടിയായ ആണെന്ന് ഹെക്ടർ സമ്മതിച്ചു. എന്നിട്ട് ആജന്മ വൈരികളെപ്പോലെ പൈശാചികമായി പോരാടിയ അവർ ആജന്മ മിത്രങ്ങളെപ്പോലെ പരസ്പരം പാരിതോഷികങ്ങൾ കൈമാറി പിരിഞ്ഞു. അജാക്സിന്റെ പിടിയിൽ നിന്നും ജീവഭായം കൂടാതെ ഹെക്ടറെ തിരിച്ചു കിട്ടിയതിൽ ട്രോജന്മാർ ആശ്വസിച്ചു. ഗ്രീക്കുകാർ അജാക്സിനെ വിജയപരിവേഷം ചാർത്തി അഗമെമ്നോണിന്റെ സവിധത്തിലേക്കും എത്തിച്ചു. അന്ന് രാത്രി അഗമെമ്നോണിന്റെ പാളയത്തിൽ നടന്ന വിരുന്നിൽ വെച്ച് വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ നെസ്തോർ ചില അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു. പടക്കളത്തിൽ മരിച്ചു കിടക്കുന്നവരെ സംസ്കരിക്കുന്നതിനും മറ്റുമായി നാളേക്കും യുദ്ധം നടത്തുവാൻ പാടില്ലെന്ന് തീരുമാനിക്കുക. കപ്പലുകളുടെയും പാളയങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി മതിലുകളും ഗോപുരങ്ങളും പണിയുക. ശത്രുക്കൾ മുന്നേറി വരികയാണെങ്കിൽ കപ്പലുകളെ സമീപിക്കാതിരിക്കത്തക്കവണ്ണം മതിലുകൾ ചുറ്റി കിടങ്ങുകൾ കുഴിക്കുക. എല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഇതേ സമയം ട്രോജന്മാരും ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുവാൻ ഒരു യോഗം കൂടിയിരിക്കുകയായിരുന്നു. യോഗത്തിൽ വെച്ച് ആന്റിനോർ എന്ന ട്രോജൻ മേധാവി ഹെലനെ അവളുടെ സ്വത്തുക്കളോടും കൂടി ഗ്രീക്കുകാരെ തിരിച്ചേൽപ്പിക്കണമെന്നും തങ്ങൾ പ്രതിജ്ഞാലംഘനം നടത്തി കഴിഞ്ഞിരിക്കുകയാണെന്നും താക്കീത് നൽകിയപ്പോൾ പാരിസ് ചാടി എഴുന്നേറ്റ് പരുഷസ്വരത്തിൽ പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാൻ എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ അവളോടൊന്നിച്ച് ഞാൻ ആർഗോസിൽ നിന്നും കൊണ്ടുവന്ന ദ്രവ്യസമ്പത്ത് മുഴുവൻ തിരിച്ചു കൊടുത്തേക്കാം. പിന്നെ എൻ്റെ വകയായി കുറെ കൂടുതലും. അപ്പോൾ പ്രിയാം എഴുന്നേറ്റ് പറഞ്ഞു, പാരിസിൻ്റെ ഈ അഭിപ്രായം ഒരു സന്ദേശരൂപത്തിൽ നാളെ രാവിലെ ഒരു ദൂതൻ ചെന്ന് അറിയിക്കട്ടെ. പിന്നെ യുദ്ധത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനൊരു യുദ്ധവിരാമ സന്ധ്യയെക്കുറിച്ചും സംസാരിക്കുക. പ്രിയാമിൻ്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. രാവിലെ ദൂതൻ ഗ്രീക്ക് പാളയത്തിലെത്തിയപ്പോൾ അവിടെ അപ്പോഴും സമ്മേളനം നടക്കുകയായിരുന്നു. ആർഗോസിലെ രാജകുമാരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൂതൻ സന്ദേശം അറിയിച്ചപ്പോൾ ഡയോമിഡിയസ് എഴുന്നേറ്റ് ക്രുദ്ധനായി പറഞ്ഞു, ഈ നിർദ്ദേശം നമ്മാരും സ്വീകരിച്ചു പോകരുത്. ട്രോയിലെ ജനത വിനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഹെലനെ തന്നെ വിട്ടുതരുമെന്ന് പറഞ്ഞാൽ പോലും ഇനി സന്ധിയില്ല. അപ്പോൾ സന്ദേശവാഹകനോടായിട്ട് അഗമെമ്നോൻ പറഞ്ഞു, ഡയോമിഡിയസിന്റെ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഏവർക്കും. യുദ്ധത്തിൽ മരിച്ചവരുടെ ശേഷക്രിയകൾ നടത്തുന്ന നിർദ്ദേശത്തോട് എതിർപ്പുമില്ല. ദൂതൻ മടങ്ങി. മരിച്ചവരുടെ കാര്യത്തിലെങ്കിലും ഒരു ഒത്തുതീർപ്പുണ്ടായതിൽ ട്രോജന്മാർക്ക് സന്തോഷമായി. ഇരുകൂട്ടരും ഉടനെ സംസ്കാര കർമ്മങ്ങൾക്ക് ഒരുക്കുകൂട്ടി. പിറ്റേന്ന് മുഴുവൻ ശവദാഹമായിരുന്നു. അടുത്ത ദിവസം ഗ്രീക്കുകാർ തങ്ങളുടെ മൃതരായ സുഹൃത്തുക്കൾക്കു വേണ്ടി ഒരു പൊതു സംസ്കാരം നിർമ്മിച്ചു. കപ്പലുകളുടെയും പാളയങ്ങളുടെയും രക്ഷയ്ക്കായി കോട്ടമതിലുകൾ കെട്ടി. ചുറ്റും കിടങ്ങുകൾ കുഴിച്ചു. കോട്ടയ്ക്കുള്ളിലേക്ക് അശ്വങ്ങൾക്ക് കടന്നു പോകത്തക്ക വിധത്തിൽ വലിയ വാതായനങ്ങളും പണിതു. അന്ന് സൂര്യാസ്തമയത്തോടുകൂടി ഗ്രീക്കുകാർ തങ്ങളുടെ പാളയത്തിലേക്ക് മടങ്ങി. വലിയ സദ്യ നടത്തി. ട്രോജൻകാർ തങ്ങളുടെ നഗരത്തിനുള്ളിൽ വിരുന്നിലും വിനോദത്തിലും മുങ്ങി. ജിയൂസ് ദേവൻ അപ്പോൾ ഇരുവരെയും എങ്ങനെ കൂടുതൽ പീഡിപ്പിക്കാമെന്ന ചിന്തയിലും മുങ്ങി. ജിയൂസ് ദേവൻ രാവിലെ ഒളിമ്പസിൽ ദേവീ ദേവന്മാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും എൻ്റെ അഭിപ്രായം അംഗീകരിക്കണം. ആരെങ്കിലും സ്വന്തം നിലയിൽ ഗ്രീക്കുകാരെയോ ട്രോജൻകാരെയോ സഹായിക്കുവാൻ പോയാൽ ആശ്ചര്യപദമായിരിക്കും ഫലം. ഞാൻ അനന്തശക്തിമാനാകും. അപ്പോൾ അധീന ധൈര്യം അപലപിച്ചുകൊണ്ട് പറഞ്ഞു, ധീരന്മാരായ ഗ്രീക്കുകാർ പരിതാപകരമാവണ്ണം നാശിക്കുന്നത് കാണുമ്പോൾ അനുതാപം തോന്നുന്നു. ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിൽക്കാം. പക്ഷെ അവർക്ക് വേണ്ട ഉപദേശം നൽകുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം.
ആ പിതാവിന് മകളോട് അലിവ് തോന്നി. ധൈര്യമായിരിക്കൂ എന്ന് മകളെ ഉപദേശിച്ചിട്ട് സിയൂസ് ദേവൻ സുവർണ വസ്ത്രങ്ങൾ അണിഞ്ഞ് രഥത്തിൽ കയറി ആകാശത്തിലൂടെ ഐഡായുടെ പ്രാന്തപ്രദേശത്തിൽ ഇറങ്ങി ഒരു ഗിരിശൃംഗത്തിൽ ഇരിപ്പുറപ്പിച്ചു. ട്രോയ് നഗരവും ഗ്രീക്ക് കപ്പുകളും അദ്ദേഹത്തിന് അവിടെ ഇരുന്നാൽ കാണാമായിരുന്നു. ഇരുവരും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഒടുവിൽ പടക്കളത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കവചവും കൂട്ടിയിടിച്ചു. കുന്തവും തമ്മിലിടിച്ചു. ശിരാസ്ത്രങ്ങൾ പോർനിലത്തിൽ തെറിച്ചു വീണു. പടയാളികൾ പരസ്പരം അരിഞ്ഞു വീഴ്ത്തി. രണഭൂമിയിലൂടെ ചുടുനീളം അരുവി പോലെ ഒഴുകി. യുദ്ധഗതി മനസ്സിലാക്കിയ സിയൂസ് ദേവൻ അപ്പോൾ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ഗ്രീക്കുകാരുടെ മധ്യത്തിലേക്ക് ഒരു അടിവാൾ പായിച്ചു. യവനസേന വിറപൂണ്ടുപോയി. പാരിസെയ്ത് ഒരു അമ്പ് തെറിച്ച് നെസ്തോറിന്റെ കുതിരയുടെ തലച്ചോറ് പൊട്ടി. വൃദ്ധനായ നെസ്തോർ ശത്രുസേന വ്യൂഹത്തിൽപ്പെട്ടു. ആ കാഴ്ച കണ്ട് ഓടിയെത്തിയ ഡയോമിഡിസ് നെസ്തോറിന്റെ തന്റെ രഥത്തിൽ കയറ്റി കടിഞ്ഞാൻ കയ്യിൽ കൊടുത്തു. ഹെക്ടറിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരുന്ന ഡയോമിഡിസിന്റെ പ്രതിയോഗിയെ മുമ്പിൽ കണ്ടപാടെ കുന്തം ചാണ്ടി. പക്ഷെ അത് ഉന്നം തെറ്റി. അദ്ദേഹത്തിന്റെ സാരഥിയുടെ വക്ഷസിലാണ് ചെന്ന് തറച്ചത്. ഹെക്ടർ ഉടനെ മറ്റൊരുത്തനെ സാരഥിയായി കണ്ടെടുത്തു. ട്രോജന്മാർക്ക് ഏതാനും മണിക്കൂർ നേരത്തേക്ക് ദാരുണമായ പരീക്ഷണ ഘട്ടമായിരുന്നു. എന്നാൽ സിയൂസ് ദേവൻ അവരുടെ അപകടനില മനസ്സിലാക്കി വീണ്ടും ഒരു ഇടിവാൾ കൊണ്ട് പായിച്ചു. നെസ്തോറിന്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൻ തെറിച്ചുപോയി. ആ വൃദ്ധന് മനസ്സിലായി സിയൂസ് ദേവൻ അവരുടെ പക്ഷത്തല്ലെന്ന്. അതുകൊണ്ട് അയാൾ ഡയോമിഡിയസിനോട് പിന്തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ ഉപദേശിച്ചു. ഡയോമിഡിയസ് കുതിരകളെ പിന്തിരിപ്പിക്കുവാൻ തുടങ്ങിയില്ല. അതിനു മുമ്പേ ഹെക്ടർ അയാളെ ഭീരുവെന്ന് വിളിച്ച് ആക്ഷേപിക്കുവാൻ തുടങ്ങി. ചുടകെട്ട പെൺകോലമേ കടന്നു പോകൂ എന്നവരെ ഹെക്ടർ തിന്നിച്ചു. പിന്തിരിഞ്ഞ ഡയോമിഡിയസ് മുമ്പോട്ട് തന്നെ തിരിഞ്ഞു. 3 പ്രാവശ്യം കുതിരകളെ ഒരുക്കി. പക്ഷെ ആ 3 പ്രാവശ്യവും സിയൂസ് ദേവന്റെ ഇരിനാദമുണ്ടായി. ഹെക്ടർ ഇപ്പോൾ ദേവൻ തങ്ങളെയാണ് അനുകൂലിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൈന്യങ്ങളോട് വിളിച്ചു പറഞ്ഞു, വിജയത്തിന്റെ വിനാഴികകളാണിത്. അവരുടെ കോട്ടമതിലുകൾ ഇടിച്ചു താഴ്ത്തുവാനും അവർ കുഴിച്ചിരിക്കുന്ന കിടങ്ങുകൾ നമ്മളുടെ കുതിരകൾ ചാടിക്കടക്കുവാനും നിഷ്പ്രയാസം സാധിക്കും. ഇന്ന് രാത്രി തന്നെ ഗ്രീക്കുകാരെ അവരുടെ കപ്പലുകളുമായി കെട്ടുകെട്ടിക്കാം. ആ വീരവാദം കേട്ടപ്പോൾ ഹെറാദേവിക്ക് സഹിച്ചില്ല. അവർ പൊസൈഡൻ ദേവനെ കൂട്ടുപിടിച്ചുകൊണ്ട് ട്രോജൻകാരെ തുരത്തുവാൻ ഒരു ശ്രമം നോക്കി. പക്ഷേ സിയൂസിനോട് എതിരിടുവാൻ തയ്യാറല്ലെന്ന് പൊസൈഡൻ പിന്മാറി. ഹെക്ടറിന്റെ മുന്നേറ്റം ഭയങ്കരമായിരുന്നു. ഗ്രീക്ക് കപ്പലുകളും കോട്ടമതിലുകളും ചുറ്റിയുള്ള പ്രദേശം മുഴുവൻ ട്രോജൻ സൈന്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഹെറാദേവിയുടെ ആഗ്രഹപ്രകാരം അഗമെമ്നോൻ അപ്പോൾ ഒഡീസിയസിന്റെ കപ്പൽ തലയ്ക്കൽ കയറി നിന്ന് ആക്രോശിച്ചു, വീമ്പിളക്കുന്ന ഗ്രീക്കുകാരെ, എവിടെ പോയി നിങ്ങളുടെ വീര്യം? ഹെക്ടർ നമ്മുടെ കപ്പലുകൾ ചുട്ടുകരിക്കുവാൻ തുടങ്ങുമോ? എവിടെ പോയി നിങ്ങളുടെ ശക്തി? അദ്ദേഹം എന്നിട്ട് സിയൂസ് ദേവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദേവാ, അങ്ങയുടെ എല്ലാ ബാലപീഠങ്ങളും നേർച്ചാഴ്ചകൾ സമർപ്പിച്ച് പോന്നിട്ടുള്ളവനാണ് ഞാൻ. ട്രോജൻകാരുടെ കൈകൊണ്ട് ഗ്രീക്കുകാർ നാമാവിശേഷന്മാരാകുവാൻ ഇടവരരുതേ. ഞങ്ങൾക്ക് ഇവിടെ നിന്നും ജീവനോടുകൂടി രക്ഷപ്പെടുവാനുള്ള അനുഗ്രഹം മാത്രം നൽകിയാൽ മതി. കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന സിയൂസ് ദേവന്റെ മനസ്സിലയിച്ചു. ദേവൻ ഉടനെ ഗ്രീക്കുകാരെ സഹായിക്കുന്ന ഒരു സൂചന നൽകി. ഡയോമിഡിയസ് അതോടുകൂടി കോട്ടയ്ക്ക് ചുറ്റും നിറഞ്ഞു നിന്നിരുന്ന ട്രോജൻ അണികളിലേക്ക് പാഞ്ഞു കയറി. ഓരോരുത്തരെയായി വെട്ടിവീഴ്ത്തുവാനും കുന്തം കൊണ്ട് കുത്തിവീഴ്ത്തുവാനും തുടങ്ങി. വില്ലാളി വീരനായ ട്യൂസർ 9 പേരെയാണ് അമ്പെയ്തു കൊന്നത്. ഹെക്ടർക്ക് നേരെ അയാൾ പായിച്ച അസ്ത്രം സുന്ദരിയായ കാസ്റ്റിയാനറ രാജ്ഞിയിൽ പ്രിയാമനുണ്ടായ ഗോർത്തിയാൻ എന്ന യുദ്ധവീരന്റെ കഴുത്തൊടിച്ചു. ട്യൂസറിന്റെ 2ാമത്തെ അസ്ത്രം അപ്പോളോ ദേവൻ ഇടപെട്ടതിനാൽ ഹെക്ടറിന്റെ മേൽ പതിക്കാതെ സാരഥിയുടെ മാറലത്തിലാണ് ചെന്ന് പതിച്ചത്. തേരാളി നഷ്ടപ്പെട്ട ഹെക്ടർ ഉടനടി രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ ട്യൂസറിന്റെ നേരെ പാഞ്ഞെടുത്തു. അതുകണ്ട് ട്യൂസർ അമ്പു കുലച്ചെങ്കിലും അസ്ത്രമെങ്ങും തട്ടുന്നതിന് മുമ്പ് ഹെക്ടർ എടുത്തെറിഞ്ഞ ഒരു പാറക്കല്ല് അയാളെ നിലം പൊത്തിച്ചു. സിയൂസ് ദേവൻ ഇപ്പോൾ ട്രോജൻ സേനകളെ ധൈര്യപ്പെടുത്തുവാൻ തുടങ്ങി. ഹെക്ടറുടെയും കൂട്ടരുടെയും മുന്നോട്ടുള്ള തള്ളിക്കയറ്റത്തിൽ ഹെറാദേവിക്കും അഥീനയ്ക്കും വീണ്ടും മംഗലാപ്പായി. സിയൂസ് ദേവന്റെ ട്രോജൻ പക്ഷപാതത്തിന് കാരണം പണ്ടൊരിക്കൽ പിതാവിന്റെ കാൽമുട്ടുകളിൽ പിടിച്ച തേറ്റിസ് അക്കില്ലീസിന് വേണ്ടി ചെയ്ത പ്രാർത്ഥനയാണെന്ന് അഥീന കണ്ടുപിടിച്ചു. ഹെറാദേവിയും അഥീനയും ഉടൻ പടച്ചട്ടയണിഞ്ഞ് തേരിൽ കയറി സ്വർഗത്തിന്റെ മേഘ കവാടങ്ങളിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു. അതുകണ്ട് കോപാവേശം പൂണ്ട സിയൂസ് ഐറിസ് ദേവിയെ വിളിച്ച് അവരുടെ യാത്ര നിർത്തിക്കുവാൻ ആജ്ഞാപിച്ചു. തന്നോട് മല്ലടിച്ചാൽ തന്റെ ഇടിവാളേറ്റുണ്ടാകുന്ന ക്ഷതം ഒരിക്കലും ഉണക്കുവാൻ പറ്റാത്തായിരിക്കുമെന്നും തർപ്പിച്ചു പറഞ്ഞു. ഐറിസ് ദേവി സിയൂസിന്റെ സന്ദേശം അതേപടി 2 പേരെയും അറിയിച്ചു. അല്പം ബോധോദയം ഉണ്ടായതുപോലെ ഹെറ അന്നേരം ഉരുവിട്ടു, അല്ലെങ്കിലും ഈ നരന്മാർക്ക് വേണ്ടി ദേവഗണത്തിൽപ്പെട്ട നാം ദേവാദിദേവനായ സിയൂസിനോട് എതിരേണ്ടതല്ല. അവർ ഒളിമ്പിസിൽ തിരിച്ചെത്തിയതിന്റെ പിന്നാലെ സിയൂസും അവിടെ എത്തി. ഗ്രീക്കുകാരെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ പോകുന്നതിൽ സിയൂസിനോട് ഹെറാദേവി സങ്കടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ കോപം അതുകൊണ്ടൊന്നും ശമിച്ചില്ല. പില്യൂസിന്റെ പുത്രൻ യുദ്ധരംഗത്ത് എത്തുന്നതുവരെ ഹെക്ടർ വിജയപൂർവ്വം യുദ്ധം ചെയ്യും. വധിക്കപ്പെടുവാനിരിക്കുന്ന പെട്രോകോളിസിനെ ചൊല്ലി അക്കില്ലീസും ഹെക്ടറും തമ്മിൽ ഉഗ്രസമരം നടക്കും. സിയൂസ് ഗർജിച്ചു. ഹെറാദേവി പിന്നെ ശബ്ദിച്ചില്ല. അന്ന് രാത്രി ഹെക്ടർ തന്റെ സൈന്യങ്ങളെ വിളിച്ചുകൂട്ടി ആവേശകരമായ ഒരു പ്രസംഗം ചെയ്തു.
ശത്രുക്കൾ രാത്രിയിൽ ആരും കാണാതെ കടന്നു കളയാതിരിക്കുവാൻ ചെറുപ്പക്കാരും വൃദ്ധന്മാരും നഗരമതിലുക്കുള്ളിൽ ചുറ്റും കാവൽ നിൽക്കണമെന്നും സ്ത്രീകൾ വീടുകളിൽ അഗ്നിയുണ്ടാക്കി പ്രാർത്ഥിക്കണമെന്നും ഉദ്ഘോഷിച്ചു. ആ രാത്രി മുഴുവൻ ട്രോജൻ സേനകൾ തിന്നുകുടിച്ച് രസിച്ച് ചിലവഴിച്ചു. തുടരും.